യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ വാരത്തിൻ്റെ ഈ വിശുദ്ധ ദിനങ്ങളിൽ പുണ്യത്തിൽ വളരുവാൻ ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. പെസഹ എന്ന വാക്കിനർത്ഥം കടന്നുപോകൽ എന്നാണല്ലോ. അതായത് ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മരുഭൂമിയിലൂടെ പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കടന്നുപോയതിൻ്റെ ഓർമ്മയാണ് യഹൂദർ ഓരോ പെസഹ തിരുനാളിലും ആചരിച്ചിരുന്നത്. അതുപോലെ ഒരു പെസഹ തിരുനാളിൻ്റെ ദിവസത്തിലായിരുന്നു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടൊത്ത് അന്ത്യ അത്താഴം ഭക്ഷിച്ചത്. ഈ അന്ത്യ അത്താഴത്തിലൂടെ ക്രിസ്തുവും ഈ ലോകത്തിൽ നിന്ന് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോവുകയായിരുന്നു എന്നുള്ളതാണല്ലോ വാസ്തവം. ആ കടന്നുപോകലിൻ്റെ ഓർമ്മയെ അനുസ്മരിച്ചുകൊണ്ടാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം പ്രകാരം വായിച്ചു കേൾക്കുന്നത്: ഈ ലോകം വിട്ട് യേശു പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയതിൻ്റെ ഓർമ്മയാണ് അന്ത്യ അത്താഴം. അങ്ങനെ പുതിയ നിയമത്തിൽ യേശുവിൻ്റെയും യേശുവിനോടൊപ്പമുള്ള നമ്മുടെയും കടന്നുപോകലിൻ്റെ ഓർമ്മയാണ് നാം ഇന്ന് ആഘോഷിക്കുന്ന പെസഹ തിരുനാൾ. സ്നേഹമുള്ളവരെ, നാം എല്ലാവരും കടന്നുപോകലിൻ്റെ ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നാം ആരും തന്നെ ഈ ഭൂമിയിൽ സ്ഥിരമായി ശാശ്വതമായി നിലനിൽക്കേണ്ടവരല്ല. നശ്വരമായ ഈ ഭൂമിയിൽ നിന്ന് അനശ്വരമായ സ്വർഗത്തിലേക്കുള്ള ഒരു കടന്നുപോകലിലൂടെയാണ് നാം എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ ഈ കടന്നുപോകൽ, ഈ പെസഹ ആചരണം നമ്മെ യഥാർത്ഥമായി എന്നേക്കും നിലനിൽക്കുന്ന അനശ്വരമായ ക്രിസ്തുവിനെ കണ്ടെത്തുവാനും സ്വർഗത്തെ കണ്ടെത്തുവാനും സാധിക്കട്ടെ എന്ന് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്നീ ദിവസം തിരുസഭ പ്രത്യേകമാം വിധം 3 സത്യങ്ങളാണ് ഓർക്കുന്നത്. ഒന്ന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യകാരുണ്യ സ്ഥാപനം, പൗരോഹിത്യ സ്ഥാപനം, ശിഷ്യന്മാരുടെ പാദം കഴുകൽ എന്നിവയാണ്. ദിവ്യകാരുണ്യ സ്ഥാപനം, കർത്താവ് നമ്മെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ദിവ്യകാരുണ്യം. അർഹിക്കാത്തത് നൽകുന്നതിനെയാണ് കാരുണ്യമെന്ന് പറയുന്നത്. എന്നാൽ ആ കാരുണ്യം ദൈവത്തിൽ നിന്നാകുമ്പോൾ അത് ദിവ്യകാരുണ്യമായി മാറുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് കാർലോ അക്വിറ്റസ് എന്ന വാഴ്ത്തപ്പെട്ട ഈ യുവാവിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം പ്രകാരമാണല്ലോ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഒരു സമയത്ത് വിശുദ്ധ നാട് സന്ദർശിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ, ആ ആഗ്രഹം തൻ്റെ മകനോട് പറഞ്ഞപ്പോൾ ആ മകൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: 2000 വർഷം മുൻപ് ജീവിച്ച ഈശോയേക്കാൾ എനിക്കിഷ്ടം ഇന്നും വിശുദ്ധ കുർബാനയിൽ എന്നോടുകൂടെ ജീവിക്കുന്ന ഈശോയാണ്. സ്നേഹമുള്ളവരെ, അതാണ് ദിവ്യകാരുണ്യം. ഈശോ ഇന്നും നമ്മുടെ ഇടയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ ജീവിക്കുന്നു. യഥാർത്ഥത്തിൽ ഈശോയുടെ മുൻപിൽ, അതായത് ദൈവത്തിന് മുൻപിലായിരിക്കുന്നതാണല്ലോ സ്വർഗത്തിലായിരിക്കുക എന്നുള്ളത്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത്തിൻ്റെ നിമിഷങ്ങളാണ് ദിവ്യകാരുണ്യനാഥന് മുൻപിലായിരിക്കുന്ന നിമിഷങ്ങൾ. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ ആയിരിക്കുന്ന നിമിഷങ്ങളാണ്. അത്രയേറെ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് അപ്പത്തോളം ചെറുതായതാണ് ദിവ്യകാരുണ്യം. ഇന്നീ ദിവ്യകാരുണ്യ സ്ഥാപനത്തെ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. നമ്മോടൊപ്പം എന്നും ജീവിക്കുന്ന ആ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെയോർത്ത്, കാരുണ്യത്തെയോർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. പൗരോഹിത്യത്തെക്കുറിച്ച് ബെനഡിക്റ്റ് 16-ാമൻ പാപ്പ പറയുന്നത് പ്രകാരമാണ്: പുരോഹിതർക്ക് സ്വർഗത്തിൽ കയറുക അത്ര എളുപ്പമല്ല. എന്നാൽ പുരോഹിതനെ കൂടാതെ ആർക്കും സ്വർഗത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയില്ല എന്നാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ
അവൻ്റെ മരണം വരെ അവൻ്റെ ആത്മാവിൻ്റെ യാത്രയിൽ അവനെ അനുഗമിക്കുന്നത് ഒരു പുരോഹിതനാണ്. അപ്രകാരം സ്വർഗത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുകയും സ്വർഗത്തിൽ കയറുവാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നവനാണ് പുരോഹിതൻ. ആ പുരോഹിതൻ തനിക്ക് വേണ്ടിയല്ല ഒരുവൻ പുരോഹിതനാകുന്നത്. സ്വന്തം പാപങ്ങൾ അദ്ദേഹം മോചിക്കുന്നില്ല. തനിക്ക് തന്നെ അദ്ദേഹം കൂദാശകൾ നൽകുന്നില്ല. അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. എന്നാൽ ഈ പൗരോഹിത്യം, ഇത്രയും മഹത്തായ ഈ പൗരോഹിത്യം ദൈവം കാത്തു സൂക്ഷിച്ചത് മൺപാത്രത്തിലാണ്, സ്വർണ്ണപാത്രത്തിലല്ല. മൺപാത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് എവിടെയെങ്കിലും വീണുപോയാൽ തകർന്നു പോകും എന്നുള്ളതാണ്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മാത്രമേ മൺപാത്രം ഉടയാതെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പൗരോഹിത്യം അപ്രകാരമാണ്. ബലഹീനരായ മനുഷ്യരെയാണ് ദൈവം തൻ്റെ പൗരോഹിത്യമാകുന്ന നിധി സൂക്ഷിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തത്. അവർ ഈ നിധി കാത്തു സൂക്ഷിക്കുമ്പോൾ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോടൊപ്പം ചരിച്ചില്ലെങ്കിൽ ഈ നിധി വീണ് ഉടഞ്ഞു പോകുവാൻ സാധ്യതയേറെയാണ്. ആയതിനാൽ ഇന്ന് കർത്താവിൻ്റെ പൗരോഹിത്യ സ്ഥാപനത്തെക്കുറിച്ച് നാം ഓർക്കുമ്പോൾ എല്ലാ പുരോഹിതരെയും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. മൂന്നാമതായിട്ട് യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകുന്നതും. സ്നേഹമുള്ളവരെ, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ അവയവങ്ങളിൽ ഏറ്റവും കൂടുതൽ അഴുക്ക് പറ്റുന്നതും, അതായത് വൃത്തിഹീനമായി മാറുന്നത് അവൻ്റെ പാദങ്ങളാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു മനുഷ്യൻ്റെ ഏറ്റവും അശുദ്ധമായ ആ ഭാഗം, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വൃത്തിഹീനമായ ആ ഭാഗം, അതായത് അവൻ്റെ ആത്മാവിലെ പാപാവസ്ഥയാണ്. അതിനെ കഴുകിക്കളയുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നവനാണ് ക്രിസ്തു. അപ്രകാരം ആ പാപാവസ്ഥയിൽ നിന്ന് അവനെ മോചിപ്പിക്കുവാൻ, വിശുദ്ധീകരിക്കുവാൻ ഒരു അടിമയെപ്പോലെ അവൻ പാദങ്ങൾ കഴുകുവാനും തയ്യാറായി എന്നുള്ളതാണ്. അപ്രകാരം നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ തന്നെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലി കഴിക്കുവാൻ കടന്നു വന്നവനാണ് ക്രിസ്തു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ പാദം കഴുകൽ ശുശ്രൂഷ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആയതിനാൽ സ്നേഹമുള്ളവരെ, ഇന്ന് പെസഹ വ്യാഴാഴ്ചയായിട്ട് നാം ആചരിക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നാം എല്ലാവരും ഈ കടന്നുപോകലിൻ്റെ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ യഥാർത്ഥ നിധിയായ സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ട്, ഈ നശ്വരമായ ഈ അവസ്ഥയിൽ നിന്ന് അനശ്വരമായ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ തക്കവിധമുള്ള ജീവിതം നയിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് സഹായിക്കുന്നതാണ് ദിവ്യകാരുണ്യവും പൗരോഹിത്യ ശുശ്രൂഷയും യേശുവിൻ്റെ പാദം കഴുകൽ ശുശ്രൂഷയും ഒക്കെ. ഇവയൊക്കെ ജീവിതത്തിൽ സ്വായത്തമാക്കിക്കൊണ്ട് നമുക്കും വിശുദ്ധിയോടെ മുന്നേറി വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗം സ്വന്തമാക്കാം. അതിന് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.